സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. ഈ ഒറിജിനൽ കസവിൽ ചെറിയ ചുളുങ്ങിയിരിക്കും. ഒറിജിനൽ കസവ് ഒറിജിനൽ ഇപ്പോൾ 1,80,000 2 ലക്ഷം രൂപയൊക്കെ ആകും. 2 ലക്ഷം രൂപയുടെ സാരിയുണ്ട്. അത് പ്യുവർ കസവ്. പ്യുവർ കസവ് നമ്മളവിടെ ഉണ്ട്. ഇത് ഒറിജിനൽ കസവാണ്. ഈ ഒറിജിനൽ കസവിന് 13,000 രൂപ ഈ ഒരു റീലിന് വില വരും. ഇതിൻ്റെ സെക്കൻഡ് ഞാൻ പറഞ്ഞു ബ്രാസ് ചേർന്നിട്ടുള്ള കസവ് എന്നൊരു സെക്കൻഡ് ഇത് 450 രൂപ വില വരും. പതിവായി മുണ്ടെടുക്കുന്നവർ പതിവായി മുണ്ടെടുക്കുന്നവർ കൂടുതലാണ്. തലമുറകളോളം ഇരിക്കുന്ന സാധനമുണ്ട്. 10, 30, 35 വർഷം ഇരിക്കുന്ന സാധനമുണ്ട്. ഒരു പ്രശ്നം അവർ പഴയ ആളുകൾക്ക് കൃത്യമായി അത് സൂക്ഷിച്ചു വയ്ക്കാൻ അറിയാം. എൻ്റെ അച്ഛനൊരു ഒരു ഉച്ചത്തറി നെയ്ത്തുകാരനാണ്. ഞാൻ നേരത്തെ കസവിൽ കാണിച്ചില്ലേ സെക്കൻഡ് എന്നോ നിറം കൂടുതൽ കാണുന്നു. ഈ സാരി 4,000 രൂപ വില വരും. ഇത് 45,000 രൂപ വില വരും. അതാണ് വ്യത്യാസം. കേരളത്തിലെ കൈത്തറി നിർമ്മാതാക്കളിൽ പ്രമുഖനും കേരളത്തിൽ ആദ്യമായി കൈത്തറിയിൽ ഫാഷണബിളായിട്ടുള്ള വസ്ത്രങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്ത കസവുകട സ്ഥാപനങ്ങളുടെ ഉടമയുമായ ശ്രീ എസ് സുശീലനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ സുശീലൻ. ഇപ്പോൾ കൈത്തറിയിലെ ഫാഷണബിളായിട്ടുള്ള വസ്ത്രങ്ങൾ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് കസവുകടയാണ് കൊണ്ടുവരുന്നത്. അതിൻ്റെയൊക്കെ ഒരു മാർക്കറ്റ് ഇപ്പോൾ എങ്ങനെയുണ്ട്? ഏതൊക്കെ രീതിയിലുള്ള ഫാഷണബിൾ വസ്ത്രങ്ങളാണ്? നമ്മളിപ്പോൾ കൈത്തറിയിൽ പഴയകാലത്ത് ചെറിയ സെറ്റ് മുണ്ടുകൾ, തോർത്ത്, ചുട്ടിക്കര തോർത്ത്, സാരി, ഇതൊക്കെയാണ് ഇതൊക്കെയാണ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നതും അതൊരു ഏജിന് മുകളിലുള്ള ആളുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. പക്ഷെ ഞങ്ങളുടെ വരവോടുകൂടി ഇതൊരു മോഡേൺ വസ്ത്രധാരണമാക്കണമെന്നുള്ളത് ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ചെറുപ്പക്കാരെ ആകർഷിക്കാൻ സിനിമാ വർക്ക് ചെയ്യുന്ന സിനിമാ താരങ്ങളൊക്കെ മോഡലാക്കി വെച്ചുകൊണ്ട് ഓരോ ഐറ്റങ്ങളായിട്ട് നമ്മൾ ശരിക്കും ഇതിന് അതീതമായി നമ്മളൊന്നുണ്ടാക്കിയത് ഈ കോളേജ് തലത്തിൽ കുട്ടികൾ ഉപയോഗിക്കുന്നതെന്ന് ഈ സാരി ഉടുക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ചുരിദാർ സെറ്റ് നമ്മൾ 2000 ഇറക്കിയതാണ്. ഒയിറ്റയ്ക്ക് ചുരിദാർ എന്ന് പറഞ്ഞുകൊണ്ടൊരു സാധനം ഇറക്കി. അത് വളരെ വിജയകരമായിരുന്നു. അതുപോലെ തന്നെ പല പുതിയ പ്രോഡക്റ്റുകളും മോഡൽ ഉപയോഗിച്ച് നമ്മൾ അഡ്വർടൈസ്മെൻറ്റിലൂടെ മാഗസീനും പല നമ്മളെ TV ചാനലുകളുടെയും പരസ്യം കൊടുത്ത് ഇത് മറ്റ് യുവതലമുറകളെ ആകർഷിക്കത്തക്ക രീതിയിൽ ചെയ്തു. അതിനിപ്പോൾ നല്ല വിപണിയുണ്ട്. ആ ഒരു വിപണി എന്ന് പറയുന്നത് അതൊരു മോഡേൺ വസ്ത്രധാരണമായി മാറി. ഇത് പെൺകുട്ടികൾ, ഇത് യുവതികളൊക്കെ ഈ കൈത്തറി ധരിക്കാൻ താല്പര്യക്കാരാണ് കാണിക്കുന്നുണ്ട്. അതെ, ആ രീതിയിലുള്ള ആകർഷകമായ മോഡലുകൾ ഉണ്ട്. അത് ഇപ്പോൾ നമ്മൾ പല മോഡലുകൾ ഇന്നത്തെ പ്രമുഖരായ പല ആളുകളും ഞങ്ങളെ മോഡൽ ആയിട്ടുണ്ട്, അമലാപ്പോൾ ഉൾപ്പെടെ. അതുപോലെ ഈ സ്ഥാപനത്തിൻ്റെ പേര് കസവ് കട എന്നാണ്. അതെ. ഈ കസവ് എന്ന് പറയുമ്പോൾ ഈ ആൾക്കാർ ഉപഭോക്താക്കൾ പലപ്പോഴും അത് ഏതാണ് നല്ല കസവ്, ഏതാണ് മോശം കസവ് എന്നുള്ള ഒരു ആശയക്കുഴപ്പമുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ഏറ്റവും നല്ല കസവ് എന്താണ്? ഒറിജിനൽ കസവ്. ഈ ഒറിജിനൽ കസവ് എന്ന് പറയുന്നത് നമ്മൾ ഒറിജിനൽ സ്വർണവും ഒറിജിനൽ വെള്ളിയും സിൽക്ക് നൂലും കൂടി ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ഒറിജിനൽ കസവ്. കസവിന് വില എന്ന് പറയുന്നത് മാർക്കറ്റ് ഇന്ന് ദിവസേന കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്വർണ്ണവില കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ ഇപ്പോൾ വെള്ളിയും സ്വർണവും ഭയങ്കരമായി മാർക്കറ്റ് കയറിക്കൊണ്ടിരിക്കുകയില്ല. അതുകൊണ്ട് ഒരു നിശ്ചിത വിലയിൽ ഒരു ദിവസവും നിൽക്കില്ല, എല്ലാ ദിവസവും വില കൂടിക്കൊണ്ടിരിക്കും. ഒരു സാരിയിൽ ഇപ്പോൾ നമ്മളൊരു മികച്ച ഒരു കസവ് സാരി നെയ്തെടുക്കുമ്പോൾ അതിന് എത്ര സ്വർണ്ണം അല്ലെങ്കിൽ എത്ര വെള്ളി അങ്ങനെ ഉണ്ടാവും അതിൽ? അതെ, നമ്മൾ ഒരു സാരി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ചെറിയ റീൽ കസവ് എന്ന് പറയുന്നതിന് 5,000 മുഴം കസവാണ് അതിൽ വരുന്നത്. അപ്പോൾ 5,000 മുഴം കസവ് വരുമ്പോൾ അത് 15,000 രൂപ വില ഇപ്പോൾ മാർക്കറ്റ് വിലയുണ്ട്. മാർക്കറ്റ് വില 15,000 ഏകദേശം 90,000 രൂപയോളം വില വരുന്ന രീതിയിലുള്ളതാണ് ഒരു മാർക്ക് കസവ്. 15,000-നകത്ത് വരും. അപ്പോൾ അത് വരുമ്പോൾ ഒരു 5,000 മുഴം കസവ് വന്നു കഴിഞ്ഞാൽ അത് ചെയ്യുന്ന ഇതും കൂടെ വരുമ്പോൾ അതിന് ഏകദേശം 10,000, 22,000 ചെറിയൊരു സാധനം ചെയ്താൽ പോലും. അതായത് സ്വർണത്തിൻ്റെ വെള്ളിയുടെ അളവ് 68 ടച്ചാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന കസവ്. 68 ടച്ച് 68% വെള്ളിയും അതിൽ ഗോൾഡും കൂടെ ചേർന്ന് ഒരു ചെറിയ ഗ്രാം 1 ഗ്രാം സ്വർണം കൂടെ ചേർത്ത് സിൽക്ക് നൂലിൽ ഉണ്ടാക്കുന്നതാണ് ഒറിജിനൽ കസവ്. അത് ഒരു 68 ടച്ച് വെള്ളി അതിലുണ്ടാവും. 68 ടച്ച്.
എന്ന് പറഞ്ഞാൽ എങ്ങനെ? 100%, 68% 68% വെള്ളിയായിരിക്കും അതിൽ. വെള്ളിയായിരിക്കും. അതുകൂടാതെ സ്വർണ്ണവും. സ്വർണ്ണവും. അപ്പോൾ ഇത് വിൽക്കുമ്പോൾ തന്നെ നമുക്ക് രണ്ടാമത് വില കിട്ടും. ഇത് ഒറിജിനൽ കസവാണ്. ഈ ഒറിജിനൽ കസവിന് 13,000 രൂപ ഈ ഒരു റീലിന് വില വരും. ഇതിൻ്റെ സെക്കൻഡ് ഞാൻ പറഞ്ഞു ബ്രാസ് ചേർന്നിട്ടുള്ള കസവ് എന്നൊരു സെക്കൻഡിന് ഇത് 450 രൂപ വില വരും. ഇതാണ് തമ്മിൽ വ്യത്യാസം. 13,400. ഇത്രയും തുണിയിൽ തന്നെ ഈ വില അന്തരം ഉണ്ടാവും. ഇതിൽ സാറിന് സൗന്ദര്യമായിട്ട് തോന്നുന്നത് ഇതാണോ തോന്നുന്നത്? ഇതല്ലേ തോന്നുന്നത്? ഇത് സൗന്ദര്യമായിട്ട്. അതാണ് ഇതിൻ്റെ മറ്റൊരു നെഗറ്റീവ്. ഇതെന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും. ഇതും സിൽക്ക് നൂലും കൂടെ ചേർന്നാണ് ഒറിജിനൽ കസവ് സാരി. എന്നാൽ ഇതിനേക്കാൾ ഭംഗിയായിരിക്കും ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് രണ്ടാം തരം. അതെന്ന് പറഞ്ഞാൽ ചെമ്പാണ് അതിൽ ചേരുന്നത്. ചെമ്പാ ചേരുന്നത്. ചെമ്പും പോളിസ്റ്റർ നൂലും കൂടെ ചേർന്ന് വരുന്നതാണ്. അത് കാണാൻ ആകർഷണം കൂടുതലും ഫസ്റ്റ് കാണുമ്പോൾ ഹാഫൈൻ ഇതിൻ്റെ സെക്കൻഡ് ക്വാളിറ്റിയെ പറയുന്ന ഹാഫൈൻ എന്നാണ്. അതായിരിക്കും സൗന്ദര്യമായിട്ട് നമുക്ക് തോന്നുന്നത്. കസ്റ്റമറിനെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമോ? അത് പ്രഥമദൃഷ്ടിയാൽ തിരിച്ചറിയാൻ നോക്കില്ല. പക്ഷേ വിശ്വാസം ഉള്ള സ്ഥലത്ത് നിന്ന് വാങ്ങുന്നതാണ് ഉത്തമം. പക്ഷെ നമുക്ക് അറിയാൻ 2-3 മാർഗ്ഗങ്ങളുണ്ട്. എന്നെപ്പോലെയുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയും. എന്ന് വെച്ചാൽ അതിൻ്റെ അതിൽ നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ഈ ഒറിജിനൽ കസവിൽ ചെറിയ ചുളുങ്ങിയിരിക്കും. ഒറിജിനൽ കസവ്. മറ്റേതാണ് ചുളുങ്ങിയൊന്നുമില്ല, നല്ല നേരെ ഇരിക്കും. അങ്ങനെയൊക്കെ ചെറിയ രീതിയിൽ നമ്മൾ കണ്ടോണ്ട് നമ്മൾ മനസ്സിലാക്കും. പിന്നെ ഒറിജിനൽ കസവിനൊരു ഒറിജിനൽ കളറുണ്ട്, അത് കാണും. എത്രയായാലും മറ്റേ കളർ ഹാഫിന് ആ കളർ കിട്ടില്ല. അത് ഒറിജിനലിൻ്റെ ഒരു സ്വർണത്തിൻ്റെ കളർ ഉണ്ടാവും. അത് ഞാൻ ഏറ്റവും കൂടുതൽ ഉള്ളത് ഒറിജിനൽ കസവിന് അത്ര കളർ വരില്ല. പക്ഷെ സ്വർണം കാണുന്നത് പോലെ ആയിരിക്കും അത്. ആ ഒരു ഇത് കാണും. ഞാൻ നേരത്തെ കസവിൽ കാണിച്ചില്ലേ സെക്കൻഡ് എന്ന് പറഞ്ഞ് നിറം കൂടുതൽ കാണുന്നത്. ഈ സാരി 4,000 രൂപ വില വരും. ഇത് 45,000 രൂപ വില വരും. അതാണ് വ്യത്യാസം. പെട്ടെന്ന് ആൾക്കാർ രണ്ടാം തരം കണ്ടിട്ട് ഒന്നാം തരമാണെന്ന് തെറ്റിദ്ധരിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ കസവടയിൽ വരുമ്പോൾ ഒറിജിനൽ സാധനത്തിന് 80,000 രൂപ വില വരുന്ന ഒരു സാധനം, അതിൻ്റെ സെക്കൻഡിന് വരുന്നത് ഈ ഹാഫൈൻ വരുന്നത് ചിലപ്പോൾ 15,000 രൂപയായിരിക്കും. ഹാഫൈൻ എന്നാണ് പറയുന്നത്. സെക്കൻഡ് കസവിന് ഹാഫൈൻ എന്നാണ്. അത്രയും വിലയിൽ അന്തരമുണ്ട്. പക്ഷെ ആ അന്തരം ഈ മറ്റു പല കടകളിലും ചെല്ലുമ്പോൾ അത് ഈ 15,000-ന് 35,000 40,000 ആക്കി നമ്മൾ 80,000 വിൽക്കുമ്പോൾ നമ്മൾ വില കൂട്ടി വിൽക്കുന്നു എന്നുള്ള തോന്നലുണ്ടാക്കാൻ സാധിക്കും. അവർ വില കുറച്ച് വിൽക്കും. അവരിതിനെ കുറഞ്ഞതിനെ കൂട്ടി വിൽക്കും. കൂട്ടി വയ്ക്കും. നമ്മൾ കൂടിയത് ഒറിജിനൽ വിലയും വരും. അപ്പോൾ അതിനേക്കാൾ അല്പ വില കുറഞ്ഞിരുന്നാൽ മതി, അവർ കുറഞ്ഞതാണ് എന്ന് പറയില്ലല്ലോ. ഒരു ഒറിജിനൽ കസവ് വിവാഹ സാരി നെയ്തെടുക്കണമെങ്കിൽ എത്ര ദിവസം വേണം? അതിലെ വർക്ക് പോലെ ഇരിക്കും. ഇപ്പം നമ്മൾ ഒരാളിന് താജ്മഹലിൻ്റെ രൂപം വേണമെന്ന് ആവശ്യപ്പെട്ടാൽ അത് നമ്മൾ ചെയ്തെടുക്കുന്നതിന് ദിവസം കൂടുതലെടുക്കും. എന്നാൽ വളരെ സിമ്പിളായിട്ട് ഒരു സാധാരണ ഒരു ഒറ്റ സാരി ഒറ്റ സിംഗിൾ കര മാത്രം പറ്റിയ ഒരു സാരി നെയ്യാൻ വേണ്ടി ഒരു 3-4 ദിവസം എടുക്കും. പക്ഷെ അതിൽ വർക്ക് വരുമ്പോൾ ആ വർക്കിന് ദിവസം കൂടുതലെടുക്കും. ആ വർക്കിനെ ആശ്രയിച്ചിരിക്കും. നല്ലൊരു വിവാഹ സാരിക്ക് എത്ര കസവ് പൂർണ്ണമായിട്ടുള്ള 32 ദിവസമൊക്കെ 35 ദിവസം എടുക്കും. അത് പരമാവധി എത്ര രൂപയ്ക്ക് വിൽക്കാവുന്ന സാരി വരെ ഉണ്ട്? 1,80,000 2 ലക്ഷം രൂപയ്ക്ക് ആകുന്നു. 2 ലക്ഷം രൂപയുടെ സാരിയുണ്ട്. അത് പ്യുവർ കസവ് നമ്മളവിടെ ഉണ്ട്. ഈ ആൾക്കാർ വന്നിട്ട് ഈ കസവ് തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? അവരെ സെലക്ഷൻ ആശയം പറയുകയാണോ ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്ന കസ്റ്റമർ? അവർക്ക് ഇപ്പോൾ തലമുറയാണല്ലോ. ഇപ്പോൾ നമ്മളെ കടയിൽ നിന്ന് നമ്മളെ കൊച്ചിൻ്റെ അമ്മ വാങ്ങിയിട്ടുള്ള സാധനം നമ്മളെ കടയിൽ നിന്നായിരിക്കും. മകൾക്കുള്ള വിവാഹം വരുമ്പോഴും നമ്മളെ കടയിൽ നിന്നാണ് വന്ന് വാങ്ങുന്നത്. ഇതൊരു പാരമ്പര്യത്തിൻ്റെ പ്രശ്നമാണ്. അവർക്ക് ഇത് ഉപയോഗിക്കുന്ന ആളുകൾ ഒറിജിനലേ ഉപയോഗിക്കും. ഒറിജിനൽ മതിയെന്ന് പറയും. മറ്റത് എന്ന് പറയുന്നത് ചില ആളുകൾ ഒറിജിനൽ വേണ്ട, ഇത്രയും വില വരുന്ന ഒരു ദിവസത്തേക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് രീതിയിലുള്ള രീതിയിൽ നമ്മളുണ്ട്. പറഞ്ഞു അത് ആ രീതിയിൽ ഇപ്പം നമ്മളെ കസ്റ്റമറിന് അറിയാം. നമ്മൾ നേരെ ഇത് ഒറിജിനൽ ഇരിക്കുന്ന വിഭാഗത്തിലേക്ക് അവർ നേരെ വരും. മറ്റത് വാങ്ങാനാണെങ്കിൽ അത് വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് മറക്കും. സ്വന്തമായിട്ട് തറിയുണ്ട്. ഈ സാരിയൊക്കെ എത്ര ജീവനക്കാരിരുന്നാണ് ഒരു സാരി നെയ്യുന്ന ഒരാളാണോ? എങ്ങനെയാണ് അതിൻ്റെ രീതി? അല്ല, ഒരു തറിയിൽ ഒരാൾ തന്നെ ചെയ്യും. പക്ഷെ അതിനെ താരി ചുറ്റി കൊടുക്കുന്നതിന് ആൾ വേണം. മറ്റ് പാവണക്ക് വരുന്നതിന് എല്ലാത്തിനും ഉപതൊഴിലുകൾക്കെല്ലാം ആൾ ആവശ്യമുണ്ടാവും. പക്ഷെ ഒരു തറിക്ക് ഒരാൾ മതി. എനിക്ക് ഏകദേശം 100ഓളം തറിയുടെ സാധനം ഞാൻ നേരിട്ടും അല്ലാതെ
സാധനം മറ്റ് നെയ്ത്തുകാരിൽ നിന്ന് ഒരു 800ഓളം തറിയുടെ സാധനങ്ങൾ എടുക്കുന്നു. ഈ കസവൊക്കെ എവിടെ നിന്നാണ് വാങ്ങുന്നത്? സൂററ്റിൽ നിന്നാണ്. സൂററ്റ് അവിടെയാണ് ഏറ്റവും, എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ അവർ സൂററ്റ് ഒരു പ്രകൃതി ഇതായിട്ട് അവിടെയാണ് ഇതിൻ്റെ കമ്പനികൾ ഏകദേശവും കൂടുതലല്ല അവിടെയാണ്. ഇന്ത്യയിലെ സൂററ്റിലാണ് ഈ ജെറി കൂടുതലാണ് ഉണ്ടാക്കുന്നത്. അവർ പാരമ്പര്യമായി ചെയ്തു വരുന്ന ഒരു വർക്കാണ് അത്. അവിടെയാണ് അതിൻ്റെ ശരി എന്താണ് കാരണമെന്ന് നമുക്കറിയില്ല. പക്ഷെ അവർ സൂററ്റാണ് ഈ കസവ് ഉണ്ടാക്കുന്നതിൽ. ഈ കസവ് സാരി പോലെ കൈത്തറിയിൽ പട്ട് സാരിയും ഉണ്ടല്ലോ. പട്ട് സാരിയുണ്ട്. ഞങ്ങൾ ഈ സിൽക്ക് നൂലിട്ട് നെയ്യുന്ന ഈ കസവ് തന്നെ ഈ കോട്ടന് പകരം സിൽക്കിട്ട് നെയ്യുന്ന സാരി നമ്മളിലുണ്ട്. സിൽക്ക് അതേ കളറ്, നാച്ചുറൽ കളറിൽ മാറ്റം വരുത്താതെ നമ്മൾ കോട്ടൺ, സെയിം കോട്ടൺ, ബാക്ക്ഗ്രൗണ്ട് കോട്ടൺ, ഊട കോട്ടൺ, പാവ് കോട്ടൺ കളറിൽ സിൽക്ക് ഇട്ട് നെയ്യുന്ന ഇതുണ്ട്. അതുപോലെ ഡബിൾ വേസ്റ്റ് ഉണ്ട്. മാരേജ് വിവാഹത്തിനുള്ള ഡബിൾ വേസ്റ്റ് സിൽക്ക് നൂലിട്ട് അത് വീഡിയോയിൽ ഭയങ്കര എടുത്ത് കാണിക്കും. അത് ഈ നൂല് ഇപ്പം നമ്മൾ ഇതിൻ്റെ കളർ ആഡ് ചെയ്യാനും പറ്റത്തില്ലേ? അത് ഏത് കളർ വേണമെങ്കിൽ ചെയ്യാൻ കഴിയും. ഏത് കളർ വേണമെങ്കിൽ ചെയ്യാൻ കഴിയും. ഡിസൈൻ അല്ല, നമ്മൾ കളർ നൂലിടാം. കളർ നൂലിട്ട് നെയ്യാം. നമ്മൾ കളർ നൂല് പിടിച്ചിട്ട് ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയും. അങ്ങനെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അതുപോലെ തന്നെ പുരുഷന്മാരുടെ മുണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ ഇപ്പോൾ ക്വാളിറ്റിയിലൊക്കെ വലിയ രീതി ഇപ്പോൾ ആൾക്കാർ ഉടുക്കുന്ന അതിന് വരെ ബെൽറ്റ് പോലെ ഇടുന്ന മുണ്ട് വരെ അങ്ങനെയൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇല്ല, ഉടുക്കാൻ അറിഞ്ഞൂടാ എന്നുള്ളതാണ് അതിൽ. മുണ്ട് ചിലപ്പോൾ ഈ സാധാരണ വിഭാഗത്തിന് വേണ്ടി മാത്രം മുണ്ടുടുക്കുന്ന ആളുകൾ കാണുമല്ലോ. അതിന് മുന്നേ മുണ്ടെടുത്തിരിക്കില്ല അവർ. ഇപ്പോൾ ബെൽറ്റുണ്ട്, ബെൽറ്റ് കെട്ടി പതിവായി മുണ്ടെടുക്കുന്നവർ പതിവായി മുണ്ടെടുക്കുന്നവർ കൂടുതലാണ്. കൂടുതൽ ഇപ്പോൾ ഒരു സൗന്ദര്യ, ഇപ്പോൾ മുണ്ടെടുത്ത ഒരാളിനെ ഈ പാൻറ്റിട്ട ആളും തമ്മിൽ സൗന്ദര്യത്തിൽ തന്നെ അത് ഉടുത്ത് വരുന്ന റോയലായി. കാര്യം അത് ഉപയോഗിക്കുന്ന രീതി, മുണ്ടുടുക്കുന്ന രീതി അറിയണം. അത് സ്റ്റൈലായിട്ട് ഉടുത്താൽ അത് ഗംഭീരമായ സൗന്ദര്യമായിരിക്കും. ഞായറാഴ്ച പള്ളിയിൽ പോകുന്നു. ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ വിഭാഗം എന്ന് പറയുന്നത് എല്ലാ ഞായറാഴ്ചയും മുണ്ടെടുത്തുകൊണ്ട് ഒരു പള്ളിയിൽ പോകുള്ളൂ. ഒരു പുതിയ 365 ദിവസവും പുതിയ മുണ്ട് വാങ്ങി ഉപയോഗിക്കുന്ന ആളുണ്ട്. പുതിയ മുണ്ട്. നേരത്തെ കേരള സർക്കാർ ആഴ്ചയിൽ ഒരു ദിവസം ഈ മുണ്ടെടുത്ത് വരണമെന്നൊക്കെ ഉണ്ടായിരുന്നു. കൈത്തറി അത് കമ്പൽസറി ആണ്. എന്നിരുന്നാൽ തന്നെ അതിനൊരു പ്രാധാന്യം ഏത് പദ്ധതിയും ആദ്യത്തെ ആവേശം പിന്നെ കാണില്ലല്ലോ. കമ്പൽസറി ആക്കുന്നില്ല. അതുപോലെ ഈ പുളിയിലക്കര മുണ്ടെന്ന് പറഞ്ഞാൽ എന്തുവാണ്? പുളിയിലക്കര മുണ്ടെന്ന് പറയുന്നത് നമ്മൾ പഴയ കാലത്ത് ഉപയോഗിച്ച് വരുന്ന ഒരു പേരാണ് പുളിയിലക്കര. പുളിക്ക് അതിലെന്തെങ്കിലും റോളുണ്ടോ? പുളിക്ക് റോളില്ല. അതിൻ്റെ കരയ എന്ന് പറയുന്നത്, വിളിമ്പ് ബോർഡർ എന്ന് പറയുന്നത് 1/2 ഇഞ്ച് കളർ നിർത്തും. പച്ച, കറുപ്പ് ഇതൊക്കെയാണ് പുളിയിലക്കരയിൽ വരുന്ന പഴയ കളറുകൾ. അതൊരു 1/2 ഇഞ്ച് കളറും 1/2 ഇഞ്ച് അത് വെട്ടാൻ ഉപയോഗിച്ച് ഒരു ചുട്ടിയും കൂടെ ഇട്ട് വരുന്ന ഒരു സാധനമാണ് പുളിയിലക്കരയിൽ വരുന്നത്. അതിനിപ്പോഴും മാർക്കറ്റ് ഇപ്പോഴും പണ്ട് യഥാർത്ഥത്തിൽ അത് കൈത്തറിയിൽ നെയ്യാൻ ഇപ്പോൾ ആൾ കുറവും. ഇപ്പോൾ അത് പവർലൂമിലാണ് ഏറ്റവും കൂടുതൽ നെയ്ത് വരുന്നത്. പവർലൂം മോഡേണായി. അവർ ഈ സാധനം പവർലൂമിൽ നെയ്തിട്ടാണ് അഡ്വർടൈസ്മെന്റ് ഇപ്പോൾ പുളിയിലക്കരയ്ക്ക് കൊടുക്കുന്നത്. പഴയ കാലത്ത് നമ്മൾ കൈത്തറിയിൽ നെയ്തിട്ട് കൈത്തറിയാണെന്ന് പറഞ്ഞാൽ അവതരിപ്പിക്കുന്നത്. കൈത്തറിക്കൊരു വെല്ലുവിളിയാണോ? വെല്ലുവിളിയാണ്. പക്ഷെ ഈ കൈത്തറി ഉപയോഗിക്കുന്ന ആളുകൾ കൈത്തറിയെ ഉപയോഗിക്കുള്ളൂ. പക്ഷേ പവർലൂം ഇപ്പോൾ അഡ്വാൻസ്ഡ് ആണ്. ഇപ്പോൾ നേരത്തെ ഞാൻ കസവ് സാരിയെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു ചോദ്യം, ഈ വിവാഹങ്ങൾക്കൊക്കെ ഈ കസവ് സാരിയൊക്കെ അണിഞ്ഞു പോകുന്ന സ്ത്രീകൾ പിന്നീട് ഇത് കൊണ്ടുവന്ന് കഴുകിയിടണോ അതോ അല്ലെ നശിച്ചു പോകുമോ? അത് ഗ്രാജുവലി നശിച്ചു പോകുമോ? അതോ എന്താണ് അതിൽ ചെയ്യേണ്ടത്? ശരിക്ക് പഴയ കാലത്ത് ഇത് കഴുകി തന്നെ അവർ സൂക്ഷിച്ചു വയ്ക്കാറ്. യഥാർത്ഥത്തിൽ കഴുകി കഞ്ഞി നമ്മൾ അരിയുടെ ഇപ്പോൾ വാങ്ങാൻ കിട്ടും പച്ചരി, അത് നന്നായിട്ട് വെള്ളത്തിൽ കലക്കി ഈ കഞ്ഞി മുക്കി വെയിലിടുക എന്ന് പറഞ്ഞാൽ നല്ല നിവർത്തി അച്ചയിൽ, പഴയ കാലത്ത് ഉണക്കുന്നത് അങ്ങനെയാണ്. അച്ചയിലിട്ട് പുട്ടത്ത് ചുളുങ്ങാതിരിക്കാൻ, പിടിച്ച് ഇങ്ങനെ കാറ്റടിച്ച് ചുളുങ്ങാതിരിക്കാൻ വേണ്ടി ഇതിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങുമ്പോൾ നമ്മൾ അയൺ ചെയ്ത് സൂക്ഷിച്ചാൽ അത് എപ്പോഴും കഴുകുമ്പോൾ കളർ മങ്ങിപ്പോകും. ഈ കസവിൻ്റെ കളർ ചെറിയൊരു ലൈറ്റായിട്ട് മങ്ങും. അത് നമുക്ക് വേണമെങ്കിൽ രണ്ടാമത് ഇത് നമ്മളിതിൻ്റെ പുറത്തൊരു ചായം ഇടും. കോന്തും
ഈ പൊടിയും കൂടെ, ഈ കസവിന് കുറേ കൂടെ തിളക്കം കിട്ടാൻ വേണ്ടി ഒരു പൊടിയും കൂടെ ഇട്ട് നമ്മൾ നെയ്യുമ്പോൾ തന്നെ ഇടുന്നതുണ്ട്. അത് കഴിയുമ്പോൾ അല്പം ഒന്ന് മങ്ങും. അത് വേണമെങ്കിൽ റീപോളിഷ് ചെയ്ത് നമുക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. റീപോളിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ശരി. പക്ഷേ ഇത് അങ്ങനെ ചെയ്ത് വെച്ചാലുണ്ടല്ലോ, ഇത് എത്ര വർഷം ഇരുന്നാലും ഒന്നും ചെയ്യില്ല. അല്ലാതെങ്കിൽ ഇതിനെന്താ? അല്ലാതിരുന്നാൽ നമ്മുടെ ശരീരത്തിലുണ്ടല്ലോ ഈ വിയർപ്പുണ്ട്. അതിൽ ഉപ്പുരസം കൂടുതലുള്ളതുണ്ട്, കുറഞ്ഞുള്ളത് നമ്മുടെ ശരീരത്തിൽ ഉപ്പുരസം വളരെ കൂടുതൽ സാർ. അപ്പോൾ ആ കൂടുതലുള്ളത് ഈ കസവിന്, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ 68% ഇതെന്ന്. അതിൽ ബാക്കി വരുന്നതിൽ ചെമ്പിൻ്റെ അംശം ചിലപ്പോൾ കടന്നുകൂടും. ആ കടന്നുകൂടുന്നതിൽ ഈ ഈ ഉപ്പുരസം അടിക്കുമ്പോൾ അത് മങ്ങിപ്പോവും. മങ്ങയല്ല, പൊടിഞ്ഞു പോകും, ക്ലാവടിക്കും, കരിമ്പൻ വറന്ന് ഇത് ഇതിൻ്റെ ഈ പച്ചയടിച്ച് അത് ദ്രവിക്കും. അത് ഡേഞ്ചറസ് ആണ്. അപ്പോൾ അതിന് കഴി വെച്ചാലോ കുഴപ്പം. ഇപ്പം പിന്നെ പലരും ഉണക്കി വെക്കുന്നുണ്ട്. അത് ഗ്യാരണ്ടി അല്ല, പക്ഷേ ഇത് കൃത്യമായിട്ട് ഗ്യാരണ്ടിയാണ്. ശരിക്കും ഒരു കസവ് സാരിക്ക് എത്ര ആയുസുണ്ട്? തലമുറകളോളം ഇരിക്കുന്ന സാധനമുണ്ട്. 10, 30, 35 വർഷം ഇരിക്കുന്ന സാധനമുണ്ട്. ഒരു പ്രശ്നം, അവർ പഴയ ആളുകൾക്ക് കൃത്യമായി അത് സൂക്ഷിച്ചു വയ്ക്കാൻ അറിയാം. ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷനിലെ വിദേശികൾക്ക് ഈ കൈത്തറി വസ്ത്രങ്ങളോട് താല്പര്യമുണ്ടോ? ഉണ്ട്. നമ്മുടെ ഷോപ്പുകളിൽ അവർ വരുന്നുണ്ട്. അവർ വന്ന് നമ്മൾ ഉടുത്ത് കാണിക്കാറുണ്ട്. അവർ അതുപോലെ ഉടുത്ത് അവർ ചെയ്യാറുണ്ട്. നന്നായിട്ട് ഇതുണ്ട്. ഇപ്പം കൈത്തറിക്കൊരു ദിനം തന്നെ ഉണ്ട്, August 7. ഈ സർക്കാർ തലത്തിലുള്ള പ്രോത്സാഹനം ഏത് രീതിയിലുണ്ട്? സർക്കാർ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പ്രൈവറ്റ് മേഖല എങ്ങനെയാണെന്നുള്ളത് അവർ ശ്രദ്ധിക്കാറില്ല. പ്രൈവറ്റ് മേഖല സ്വയം കണ്ടെത്തുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ കേരളത്തിലല്ല, ഇന്ത്യയിൽ ഈ കൈത്തറി ഇന്ന് ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. എല്ലായിടും മറ്റേ ടെക്സ്റ്റൈൽ ആയി പവർലൂമിലേക്ക് പോയി കഴിഞ്ഞു. പക്ഷേ ഇവിടെ നിൽക്കാനുള്ള കാരണം പ്രൈവറ്റ് മേഖല ശക്തിയായ രീതിയിൽ ഇടപെടുന്നതുകൊണ്ടാണ്, മാർക്കറ്റിങ്ങിന്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഒരു നെയ്ത്തുകാർ നെയ്താൽ 1000, 1500 രൂപയ്ക്ക് നൽകുന്നതാണ് പ്രൈവറ്റ് മേഖലയിൽ നെയ്യുന്ന നെയ്ത്തുകാർക്കുണ്ട്. പക്ഷേ ഗവൺമെൻറ് മേഖലയിൽ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഹാൻഡെക്സ് ഹാൻഡ്വീവുള്ള സ്ഥാപനങ്ങളിൽ അത് അത്ര ഫലപ്രദമായി വരുന്നില്ല. ഹാൻഡെക്സ് ഹാൻഡ്വീവൊക്കെ വലിയ രീതിയിൽ കോടികളുടെ നഷ്ടത്തിലല്ലേ? അത് അവർ ശരിയായി മാനേജ് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ല എന്നുള്ളതല്ല അവിടുത്തെ പ്രശ്നം. അതല്ല അവിടുത്തെ പ്രശ്നം. അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ധനസഹായം കൊടുക്കുന്നതാണ് അവിടുത്തെ പ്രശ്നം. റിബേറ്റല്ല, പല രീതിയിൽ ഇതിനെ നിലനിർത്താൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നെയ്ത്തിന് ഉപയോഗപ്രദമായ രീതിയിൽ വരുന്നില്ല. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഈ നെയ്ത്ത് തൊഴിലാളികൾക്കുള്ള ഒരു ജീവിത സാഹചര്യം മെച്ചപ്പെട്ടിട്ടുണ്ട്. അവർ നന്നായിട്ട് മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇന്നൊരു നെയ്ത്തുകാരൻ നെയ്താൽ, നേരത്തെ ആണെങ്കിൽ നെയ്ത്തുകാർ പലരും ഈ വ്യവസായം വിട്ടുപോയി, ഈ തൊഴിൽ വിട്ടുപോയി. പക്ഷെ ഇപ്പോൾ എന്ന് പറയുന്നത് പലരും പോയവർ തിരിച്ചു വന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പ്രകൃതിയെ ആശ്രയിച്ചല്ലല്ലോ ഇത്. മഴയായിരുന്നാലും വെയിലായിരുന്നാലും നമ്മൾ വീട്ടിലൊരു കുടിൽ വ്യവസായമാണല്ലോ, വീട്ടിനുള്ളിലകത്തിരുന്ന് ചെയ്യുന്നതാണല്ലോ. അപ്പം അതൊരു 1500, 1400 രൂപയൊക്കെ ഇപ്പം ജോലി ചെയ്താൽ കിട്ടുന്നുണ്ട് നമ്മളെ പ്രൈവറ്റ് മേഖലയിൽ നെയ്യുന്ന നെയ്ത്തുകാർക്ക്. മറ്റതല്ല, ഇപ്പം കൈത്തറി മേഖലയിൽ കൈത്തറി സംഘങ്ങളിൽ നെയ്യുന്ന നെയ്ത്തുകാർ പോലും അവരുൽപ്പാദിപ്പിക്കുന്ന സാധനം പ്രൈവറ്റ് മേഖലയിലാണ് കൊടുക്കുന്നത്. പക്ഷേ ഈ രംഗത്ത് അവരുടെ പുതിയ തലമുറ വരാനുള്ളതാണ് ഗവൺമെൻറ് ചെയ്തു തരേണ്ട ഒരു സഹായം. പുതിയ തലമുറയെ കൊണ്ടുവരാൻ അത് ഗവൺമെൻറ് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണ്. ഒന്ന് എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായൊരു പ്രപ്പോസൽ എന്നെ സംബന്ധിച്ചുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് ഇതിന് പ്രസ്റ്റേജ്, ഇത് ഇപ്പോൾ 1500 രൂപ ചെയ്താൽ കിട്ടുമെങ്കിലും ഇതിനൊരു പ്രസ്റ്റേജ് ഇല്ല. ഇത് നെയ്ത്തുകാരനെന്ന് പറഞ്ഞാൽ അടുത്ത തലം, ഇപ്പോൾ ഞാൻ നെയ്ത്തുകാരനാണെങ്കിൽ എൻ്റെ മകനെ നെയ്ത്തിലേക്ക് കൊണ്ടുവരാൻ ഇഷ്ടപ്പെടില്ല. കാര്യം എന്ന് വെച്ചാൽ വിവാഹത്തിന് പോയാൽ പോലും നെയ്ത്തുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് കുട്ടികളെ കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടത് ഇതിന് പ്രസ്റ്റേജ് ഉണ്ടാക്കുക. ഇതൊരു കലയാണ്. ആ കലയിൽ വർക്ക് ചെയ്യുന്ന ആളിന് ഇത് എങ്ങനെ ഇതിന് പ്രസ്റ്റേജ് കിട്ടുക എന്ന് പറഞ്ഞാൽ, ആ പ്രസ്റ്റേജ് കിട്ടണമെങ്കിൽ നമ്മളിപ്പോൾ നമ്മളെ വീട്ടിൽ വരുന്ന തലമുറ വരാതെ ഒന്നും ചെയ്യാനൊക്കില്ലല്ലോ, ചെയ്യാൻ. പക്ഷെ അത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഈ IT പോലെയുള്ള സ്ഥാപനങ്ങളിൽ ഇതൊരു കോഴ്സായി മാറ്റുക. IT ടെക്സ്റ്റൈൽ ടെക്നോളജി എന്ന് പറഞ്ഞ് ഇതിൽ നെയ്ത്തിനെ ഉൾപ്പെടുത്തി വിട്ടിട്ടുണ്ട്. പക്ഷെ അതല്ല, പ്രാദേശികമായ നെയ്ത്ത് എന്ന് പറയുന്നത് പോലെ അതിനെ ഉൾപ്പെടുത്തുകയും ആ ഉൾപ്പെടുത്തുന്നതിന് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി നമ്മൾ തന്നെ നെയ്ത്തുകാരിൽ തന്നെ ഇത്തിരി പ്രായം ചെന്ന നല്ല
എക്സ്പീരിയൻസ് ഉണ്ട്, അവരെ ട്രെയിനറായിട്ട് വയ്ക്കുകയും ചെയ്താൽ അങ്ങനെ ട്രെയിനിങ് കഴിഞ്ഞ് വരുന്ന നെയ്ത്തുകാരുടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പോയി രജിസ്റ്റർ ചെയ്താൽ MSB പോലെയുള്ള നമ്മളെ പോലെയുള്ള വലിയ സ്ഥാപനങ്ങളിൽ അവരെ ശമ്പളത്തിന് പോസ്റ്റ് ചെയ്യണം. ആ ശമ്പളത്തിന് പോസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ 1 വർഷമോ 2 വർഷമൊക്കെ അവർ ശരിയായ രീതിയിൽ ആയി വരില്ല. അപ്പോൾ കുറേ നഷ്ടങ്ങളും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് ഒരു നിശ്ചിത ഗ്രാൻഡ് ഈ ട്രെയിനിങ് ഈ ജോലി കൊടുക്കുന്നവർക്ക് കൊടുത്തുകൊണ്ട് ഈ മേഖലയിൽ പുതിയ കുട്ടികളെ കൊണ്ടുവരാൻ കഴിയും. പക്ഷെ അതിനുള്ള ശ്രമമൊന്നും ഗവൺമെൻറ് ചെയ്തിരുന്നെങ്കിൽ ഭയങ്കരമായി ഈ തൊഴിലിനെ നിലനിർത്താൻ കഴിയുമായിരുന്നു അടുത്ത തലമുറ കൂടി. കാര്യം ശമ്പളത്തിൽ ഈ ഡെയിലി കൂലി എന്നുള്ള മാറ്റിയിട്ട് അവർക്ക് പ്രസ്റ്റേജ് അതേപോലെ 25,000 30,000 രൂപ സാലറിക്ക് പോസ്റ്റ് അവർ നിയമനം നടത്തണം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി എന്നൊക്കെ പറഞ്ഞ സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ കൈത്തറിയുടെ ഇത് തൊഴിൽ പഠിപ്പിക്കുന്നതിനുള്ള സ്ഥാപനം വേണമെന്നാണ് പറയുന്നത്. വേണം, കൃത്യമായി വേണം. അങ്ങനെ ഇപ്പോൾ കേരളത്തിൽ ഇല്ല. ഇല്ല. ഇപ്പോൾ ഒരു ട്രെയിനിങ് നടത്തുന്നുണ്ട്, പല പ്രോജക്റ്റുകളിലൂടെയും ട്രെയിനിങ് കൊടുക്കുന്നത്. അതൊന്നും ഇത് പിന്നീട് കിട്ടത്തക്ക രീതിയിലല്ല. അതിൻ്റെ ട്രെയിനിങ് അലവൻസോട് കൂടി അത് തീരുന്നു. അതൊരു കണ്ടിന്യൂഷൻ കിട്ടുന്നില്ല. ഞാൻ പറയുന്നത് ഇത് നിലനിൽക്കണമെങ്കിൽ അവർക്ക് പ്രസ്റ്റേജ് കിട്ടാൻ വേണ്ടി സാലറി കൊടുക്കുന്ന വ്യവസ്ഥയിലേക്ക് കൊണ്ടുവരണം. അത് കൊണ്ടുവരാൻ വളരെ സിമ്പിളാണ്. ഗവൺമെൻറ് അല്പസഹായം ചെയ്താൽ ഈ വ്യവസായത്തെ ഇതൊരു കുടിൽ വ്യവസായം കഴിഞ്ഞ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ചെറിയ ചിലവ് കുറഞ്ഞ ദിവസം കൊണ്ട് പെട്ടെന്ന് പഠിച്ച് ശമ്പളം വാങ്ങാൻ കഴിയുന്ന ഒരു തൊഴിലാണ്. നമ്മളെ കഴിഞ്ഞ മുഖ്യമന്ത്രി നെയ്ത്തുകാരനായിരുന്നു. പുള്ളി പറഞ്ഞ ഒരു വാചകമാണ് എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത്. ഈ വെക്കേഷൻ കാര്യം യൂണിഫോമിൻ്റെ ഉദ്ഘാടന സമയത്ത് വന്നപ്പോൾ പുള്ളി അത് അങ്ങനെ പറഞ്ഞു. അത് കുറഞ്ഞ ദിവസം കൊണ്ട് അത് വളരെ സത്യമാണ്. ഈ സ്വകാര്യ മേഖല ഈ രംഗത്ത് വളരെ സജീവമായിട്ടുണ്ടെങ്കിലും മൊത്തത്തിൽ ഈ ഇപ്പോൾ ബാലരാമപുരം എന്ന് പറഞ്ഞാൽ കൈത്തറിക്കൊക്കെ വളരെ ശ്രദ്ധേയമായ ഒരു കേന്ദ്രമായിരുന്നു. അങ്ങനെയുള്ള കേന്ദ്രങ്ങൾ ഇപ്പോഴും വളരെ സജീവമാണോ അതോ? ബാലരാമപുരം ഈ നെയ്ത്തിനിപ്പോൾ പ്രാധാന്യമില്ല. കാരണം എന്ന് പറയുന്നത് നെയ്ത്ത് ഇപ്പോൾ നടക്കുന്നത് എൻ്റെ സ്ഥലമായ പെരിങ്ങമല, പയറ്റുവള, മഞ്ചവളാകം, തിരുവനന്തപുരത്ത് മഞ്ചവളാകം, പിന്നെ പുന്നക്കാട്, ഈ ചുറ്റും വരുന്ന ഒരു സ്ഥലമാണ് നെയ്ത്ത് ഇപ്പം നടക്കുന്നത്. നന്നായിട്ട് നെയ്ത്തുകാർ നടക്കുന്നുണ്ട്. ഒരു 10,000-20,000 തൊഴിലാളികൾ നെയ്ത് 15,000-ൽ കൂടുതൽ ഇവിടെ ചെയ്യുന്നുണ്ട് ഇത്രയും ഏരിയക്കകത്ത്. അതെല്ലാം ട്രഡീഷണലായി നല്ല വിലയുള്ള കസവ്, ഇത് ലോകോത്തര ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നെയ്യുന്ന സ്ഥലമാണ്. പക്ഷെ ബാലരാമപുരം എന്ന് പറഞ്ഞാൽ ഞാനത് പറയുന്നില്ല. അതിപ്പോൾ അതൊരു മറ്റൊരു മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞു. അതൊരു എന്ന് പറയുന്നത് കൈത്തറിയുടെ ശത്രുക്കളുടെ സങ്കേതമായി മാറി എന്ന് പറയാം. ജില്ലകളിൽ ഇത്തരം കൈത്തറി നെയ്ത്തുശാലകളുണ്ടോ മറ്റ് ജില്ലകളിൽ? ഇല്ല, തൃശ്ശൂർ ജില്ലയിൽ കുത്തമ്പള്ളിയിൽ ഉണ്ട്. കുത്തമ്പള്ളിയിൽ നെയ്ത്തിപ്പോൾ വളരെയധികം കുറഞ്ഞു. അവർ തമിഴ്നാടിനെ ആശ്രയിച്ചാണ് കാര്യങ്ങൾ പോകുന്നത്. കുത്തമ്പള്ളി സാരി എന്നൊക്കെ പറയുന്നത് അതെല്ലാം ഇപ്പോൾ തമിഴ്നാട് നെയ്ത് അവർ കൊണ്ടുവരുന്ന രീതിയിലാണ്. നെയ്ത്തുകാർ ഇവിടെ കുറഞ്ഞു. തമിഴ്നാട്ടിൽ സജീവമാണോ? സജീവമല്ല, കുറച്ചുള്ള നെയ്ത്തുകാർ കുറച്ച്. ആ മേഖലയൊക്കെ പവർലൂംകാർ എല്ലാടോ ഇനി ആ മേഖല എന്നുള്ളതല്ല, ഇന്ത്യ ഒട്ടുക്ക് പവർലൂം കൈയടക്കി കഴിഞ്ഞു. പണ്ട് പ്രിയദർശൻ എന്നുള്ള സംവിധായകൻ ഒരു സിനിമ എടുത്തിരുന്നു, കാഞ്ചീവരം. അന്നേരം അതിൽ പറയുന്ന ഈ പട്ട് നെയ്ത് ഈ അധികാരിക്ക് കൊടുക്കുന്ന ഈ നെയ്ത്തുകാരൻ അവൻ്റെ മകൾക്ക് വിവാഹം വരുമ്പോൾ ഒരു സാരിക്ക് വേണ്ടി പോയിട്ട് ഇവൻ തന്നെ നെയ്യുന്നതാണ്, അത് അനുവദിക്കാത്തത്. അന്നേരം ഈ നെയ്ത്തുകാരൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള കഥകൾ പണ്ട് വലിയ രീതിയിൽ വന്നിട്ടുണ്ട്. ഇപ്പോഴും അതിൽ വളരെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഭയങ്കരമായി മാറ്റം ഉണ്ടായിട്ടുണ്ട്, ഭയങ്കരമായി. പക്ഷേ മറ്റു സ്ഥലത്ത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. തിരുവനന്തപുരം ജില്ലയിൽ ഞാൻ ഈ പ്രദേശം പറയുന്ന സ്ഥലത്തെല്ലാം ഭയങ്കരമായി മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഭയങ്കരമായി മാറ്റം എന്ന് പറഞ്ഞാൽ നെയ്ത്തുകാരൻ്റെ സ്റ്റാറ്റസ് ഭയങ്കരമായി മാറിയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും പുതിയ തലമുറ വരുന്നില്ല. കാരണം അവർക്ക് പ്രസ്റ്റേജിൻ്റെ പ്രശ്നമാണ്. അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കാണിച്ചു അതിന് ഗവൺമെൻറ് സഹായം നമുക്ക് വേണം. ഇപ്പോൾ ഒരു കൈത്തറി സാരി ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഒരു തുടക്കം, അതിൻ്റെ ഒരു നിർമ്മാണ പ്രവർത്തനം എവിടെ നിന്ന് തുടങ്ങി എവിടെ അവസാനിക്കും? ഇത് ആദ്യം എന്താ ചെയ്യുന്നത്? ആദ്യം നൂല്. ഈ നൂല് എന്ന് പറയുന്ന നൂല് നനയ്ക്കുക. നൂല് നനച്ച് അത് പാവ് ഓടുക എന്ന് വെച്ചാൽ വളഞ്ഞിരിക്കുന്ന ഒരു റാട്ടെന്ന് പറയും. അതിനകത്ത് നനച്ചത് ഈ കുഴലിൽ ചുറ്റി അത് റാട്ടിലിട്ട് ഓടി പാവാവും. പാവായി കഴിഞ്ഞാൽ ഇത് പാക്കളം എന്ന് പറയും. ഏകദേശം ഒരു 90 മീറ്റർ
100 മീറ്ററിൽ കൂടുതൽ വരുന്ന ഒരു സ്ഥലത്ത് 2 കമ്പ് അപ്പുറവും ഇപ്പുറവും വെച്ചിട്ട് ഇതിൻ്റെ പുറത്തൊരു മണൽ വെച്ച് നീട്ടിക്കെട്ടും. ഈ പാവ് മൊത്തം നീട്ടിക്കെട്ടിയിട്ട് പശ ഒരു 10 മണിയാകുമ്പോൾ ഇതിനെ തലേദിവസത്തെ പാവ് ഉണക്കി മാറ്റിയതിന് ശേഷം ഇതിനെ പശയിൽ മുക്കി ഇതിന് മൊത്തം കഞ്ഞിപ്പശയിൽ മുക്കിയിട്ട് വിരിച്ചിട്ട് എണ്ണയും ഈ പശയും ചേർത്ത് ഈ പുല്ലൂരി എന്ന് പറയും, ഈ ചകിരി കൊണ്ടുണ്ടാക്കുന്ന ഒരു സാധനം വെച്ച് ഇതിനെ പിടിപ്പിക്കും. അത് അന്ന് ഒരു അരഭാഗം പിടിപ്പിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ 5 മണിക്ക് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ 5 മണിക്ക് വന്ന് ഇതിനെ കംപ്ലീറ്റ് വാളിക്കുക എന്ന് വെച്ചാൽ ഈ പശ പിടിപ്പിച്ച് എണ്ണയും തേച്ച് പിടിപ്പിച്ചെടുത്ത് പാവാക്കി ചുറ്റി കൊണ്ടുവന്ന് പാവ് ഇതിൽ ചുറ്റും. പഴയ തറിയിലാണ് ഈ പാവ് തന്നെ വെച്ച് ഞെരടി കുഴിത്തറി എന്ന് പറയും. ആ കുഴിത്തറിയിൽ വലിയ കസവചാരിയൊക്കെ നീങ്ങുന്ന അതിലാണ് അത് ഞെരടിയാൽ മതി. മറ്റേ അതിൻ്റെ അടുത്തൊരു ടൈപ്പ് തറിയുണ്ട്, അതിൽ റോളറിൽ ചുറ്റി ഞെരടി ഞെരടി കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് ഇത് സാരിയിലേക്ക് വരുന്നത്. അതിൽ സൈഡ് കാസോട് ഒരുപാട് പ്രോസസ്സാണ്, ഒരു വലിയ ദീർഘ പ്രക്രിയയാണ്. അത് എല്ലാം വളരെ ഈ പാരമ്പര്യമായി ചെയ്തു വരുന്ന ഒരു ഇതാണ്. എല്ലാവരും ചെയ്യുന്ന ഒത്തുവരണം. പശ കൃത്യമായി പിടിച്ചില്ല എങ്കിൽ അത് കുഴപ്പമാവും, അത് തുണിയെ ബാധിക്കും, ഡാമേജ്ഡായി മാറും. അപ്പോൾ അതിൽ തന്നെ ഒരു നെയ്ത്തുകാരൻ നെയ്ത് കൊണ്ട് വരുന്ന സാധനം, ഇപ്പം നമ്മുടെ കടയിൽ വരുന്ന സാധനത്തിൽ ഈ ഇഴയടുപ്പം കിട്ടാതെ വരും. ചില സാധനങ്ങൾ ഇഴയടുപ്പം കിട്ടാതെ പോകും. നമ്മളിപ്പോൾ ഈ ഒരു നെയ്ത്തുകാരൻ നെയ്ത് കൊണ്ടുവരുന്നതിനെ എത്രത്തോളം തിരിഞ്ഞു കൊടുക്കാൻ കഴിയും, അവൻ്റെ ജീവിതമല്ലേ. അപ്പോൾ ചിലതൊക്കെ നമ്മളതിന് അല്പം കണ്ണടച്ചെടുക്കേണ്ടി വരും. അത് കസ്റ്റമറെ ബാധിക്കും. കസ്റ്റമർ വരുമ്പോൾ അത് അല്പ പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ കസവിൻ്റെ കാര്യത്തിലല്ലാതെ ഇപ്പോൾ മുണ്ട്, അത് ശരിക്കുള്ള ഒരു മുണ്ട് എത്ര മീറ്ററാണ്? ശരിക്കും 8.5 എന്ന് വെച്ചാൽ 4 മീറ്റർ 3.50 3.60 എന്ന് വെച്ചാൽ 8 മുഴം 8.5 മുഴം 9 മുഴം. ഇപ്പോൾ എല്ലാവരും 9 മുഴത്തിലേക്ക് കിടന്നു. അതുകൊണ്ടാണ് ഈ സൈഡ് മുണ്ടെടുത്ത് വെച്ചിട്ട് മടക്കി കൊടുക്കുന്നത്, അകത്ത് കയറ്റുന്നത്. 8.5 മുഴം മതി, സാറിനെ പോലെയുള്ള ആളിന് 8.5 മുഴം മതി. ഈ വലിയ വണ്ണമുള്ള ആളുകൾക്ക് 9 മുഴം വന്നാലേ വളരെ നന്നായിട്ട് ഉടുത്ത് നിൽക്കാവുള്ളൂ. നമ്മളിവിടെ 8.5 മുഴമുണ്ട്, 8 മുഴമുണ്ട്. എന്നുവെച്ചാൽ 3.60 ഉണ്ട്, 3.50 4 മീറ്റർ ഉണ്ട്. സാരിയുടെ കാര്യത്തിൽ 5.5 മുഴമാണ് ബേസിക്. ബ്ലൗസും കൂടെ ചേർന്ന് വരുമ്പോൾ 6.5 മുഴം വരും. 6.5 മീറ്റർ. 6.5 മീറ്റർ. അത് കുറഞ്ഞതും ഉണ്ടോ? കുറയാനൊക്കെ ഇല്ല. അത് 5.5 മീറ്റർ മിനിമം ഉണ്ടായിരിക്കണം. 5.5 മീറ്റർ മിനിമം ഉണ്ടായിരിക്കണം. പ്ലസ് ബ്ലൗസ് 1 മീറ്റർ ബ്ലൗസ്, അതാണ് 6.5 മീറ്റർ. 10 സെൻറ്റിമീറ്റർ കുറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ 6.40 മസ്റ്റായിട്ടുണ്ടായിരിക്കണം. ഈ കസവുകട ഇപ്പം പുതിയ ഓണം വരികയാണല്ലോ. എന്താണ് പുതിയ വിപണിയിൽ എന്തെങ്കിലും പുതിയ ഉൽപ്പന്നങ്ങൾ ഇറക്കിയിട്ടുണ്ട്? പുതിയ വിപണിയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നും പുതിയതാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നും നമ്മൾ ഈ അഡ്വാൻസ്ഡാണ്. ഈ കളർ കോമ്പിനേഷനും മറ്റും മാറ്റി ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കളറും കൂടെ ചേർത്ത് ചെയ്യുന്ന സാരികളുണ്ട്, നന്നായിട്ടുള്ള ഡിസൈൻ വർക്കുള്ള സാരിയുണ്ട്. പലതും നമ്മൾ പല ടൈപ്പ് എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന സാധനങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തു വരുന്നത്. മാരേജിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ എല്ലാം ഉണ്ട് നമ്മൾ ഭംഗിയായി. ഈ യുവതികൾ പൊതുവെ ചൂരിദാറാണോ സാരിയാണോ പ്രിഫർ ചെയ്യുന്നത്? ഇല്ല, സാരി ഉടുക്കുന്ന ആളുകൾ സാരി തന്നെ ഉടുക്കും. പക്ഷെ ചുരിദാർ ഉടുക്കുക എന്ന് പറഞ്ഞാൽ ഓഫീസിലൊക്കെ പോകാൻ, ഇന്നും സാരി ഉടുത്തുകൊണ്ട് പോകാൻ അവർക്ക് പെട്ടെന്ന് ഒരുങ്ങി പോകാനല്ല, അപ്പോൾ ചുരിദാർ ഉപയോഗിക്കും. എല്ലാവരും ചുരിദാർ ഉപയോഗിക്കുന്നുണ്ട്. ധാവണിയുമുണ്ട്. ഇപ്പോൾ ഇതിൽ ധാവണി വരെ നമ്മൾ. കസവടയ്ക്ക് എവിടെയൊക്കെയാണ് ഷോപ്പുകളുള്ളത്? കസവടയിൽ ഇപ്പോൾ എറണാകുളമാണ് നമ്മൾ ആദ്യമായി തുടങ്ങിയത്. 93 തുടങ്ങിയതാണ്. 1993 എറണാകുളത്ത് നമ്മൾ സ്റ്റാർട്ടപ്പ് ആയത്. അതിന് മുമ്പ് നമ്മൾ നെയ്ത്തും നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. 80 നമ്മൾ തുടങ്ങി. പക്ഷേ 93 മാർക്കറ്റിൽ എറണാകുളത്താണ് ഫസ്റ്റ് ടൈം തുടങ്ങിയത്, ചർച്ച് ലൈൻ റോഡിൽ. അത് കഴിഞ്ഞ് കോഴിക്കോട്, കോട്ടയം, കോഴിക്കോട് 2 ഷോപ്പുണ്ട്. എറണാകുളത്ത് 2 ഉണ്ട്. മെൻസ്വെയർ എന്ന് വെച്ചാൽ മാച്ചിങ് ഷർട്ടും ഉണ്ട് എന്നുള്ള കൺസെപ്റ്റിൽ ഫസ്റ്റ് ടൈം ഇറക്കിയത് നമ്മളാണ്. അത് എറണാകുളത്ത് നമ്മൾ മെൻസ്വെയർ എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്. അത് കഴിഞ്ഞ് തലശ്ശേരിയുണ്ട്. പിന്നെ തിരുവല്ല, ആലപ്പുഴ, കോട്ടയം, തിരുവനന്തപുരം. എല്ലായിടത്തും നല്ല മാർക്കറ്റുണ്ട്. കൈത്തറിയോടുള്ള ഒരു ആഭിമുഖ്യം കൂടി വരികയാണ്. ഒരിക്കലും കൈത്തറിയെ ജനങ്ങൾ തള്ളിയിട്ടില്ല. ഒരു പരിഗണിക്കുന്നുണ്ട്, പക്ഷെ അത് എഫക്റ്റീവ് ആകുന്നില്ല.
ശരിക്കും രോഗം അറിഞ്ഞ് ചികിത്സിക്കുന്നില്ല. അതാണ് അതിൻ്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ. കൈത്തറിയിൽ റെഡിമെയ്ഡ് ഷർട്ടും ഇപ്പം വളരെ സജീവമാണ്. അതുകൊണ്ട് ഞങ്ങൾ പ്രൊഡക്ഷനുണ്ട്, റെഡിമെയ്ഡ് ഷർട്ട് നമ്മളുണ്ട്, ആ, സിൽക്ക്, ലിനൻ മെറ്റീരിയലുണ്ട്, അതെല്ലാം ഉണ്ട്. ലിനൻ 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 മെറ്റീരിയലിന് ഇപ്പം നല്ല ഡിമാൻഡുണ്ടോ അതിന്? അതുണ്ട്. കോട്ടനേക്കാൾ ഡിമാൻഡാണ് ഇപ്പോൾ. വില കൂടുതലാണോ? വില കൂടും, വില ഉണ്ട്, അതിന് മെറ്റീരിയൽ കോസ്റ്റ് വരുമല്ലോ സ്വാഭാവികം. ഇപ്പം ഈ മേഖലയിൽ 4 ലക്ഷത്തോളം തൊഴിലാളികൾ കേരളത്തിലൊട്ടാകെ ജോലി ചെയ്യുന്നുണ്ടോ? നെയ്ത്തുകാർ 4 ലക്ഷം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തോന്നുന്നില്ല. ഈ സഹകാരികൾ 400-ലധികം ഉണ്ടെന്ന്. അതെ, സംഘങ്ങളുണ്ടാവും. നെയ്ത്തുകാർ 4 ലക്ഷം ഉണ്ടാവില്ല. സംഘം 4 ലക്ഷം ഒന്നുമില്ല. 400-500 സംഘത്തിന് താഴെയുള്ളൂ കൈത്തറി സംഘങ്ങൾ. ഖാദിയും കൈത്തറിയും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഖാദി വേറെ, കൈത്തറി വേറെ. അത് ബേസിക്കലി രണ്ടും രണ്ടാണ്. നൂല് വേറെ, അതെല്ലാം വേറെ. നൂലാണ് ഇത് അല്ലേ ഏതാണെന്ന് തരംതിരിക്കുന്നത്. തരംതിരിക്കുന്നത്. ഇപ്പോൾ വില കുറഞ്ഞ ഒരു വസ്ത്രമാണെങ്കിൽ അതിൻ്റെ നൂല് മോശമായിരിക്കുമോ അതോ? അല്ല, വില കുറഞ്ഞതെന്ന് പറയുന്നത് പോളിസ്റ്റർ മിക്സ് വരുന്ന നൂലുകളുണ്ട്, ഉപയോഗിക്കുമ്പോൾ വില കുറയും. പോളിസ്റ്റർ കാണാനെല്ലാം കോട്ടനെ പോലെ ഇരിക്കും, പോളിസ്റ്റർ ആയിരിക്കും, അപ്പോൾ അത് വില കുറയും. പോളിസ്റ്റർ ഷർട്ട് എന്ന് പറഞ്ഞാൽ പണ്ടൊരു കാലത്ത് പോളിസ്റ്റർ ഷർട്ട് ഇടുക എന്ന് അതുണ്ട്, ഇപ്പോൾ ആരും ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ആരും ഉപയോഗിക്കുന്നില്ലല്ലേ? അതിൻ്റെ ഡിമാൻഡ് പോകാൻ കാരണം എന്താണ്? പോളിസ്റ്റർ ചൂടല്ലേ, ചൂടായതുകൊണ്ട്. ചൂടല്ലേ. മറ്റത് നമ്മൾ ഈ എത്ര തണുപ്പത്തും എത്ര വെയിലിലും ചൂടിലും കോട്ടൺ ഷർട്ട് ഇട്ടാൽ ഒന്നും നമ്മൾ ശരീരത്തിന് ഏത് കാലാവസ്ഥയ്ക്കും പറ്റുന്നതാണല്ലോ. എത്ര തണുപ്പിലും ഒരു മുണ്ട് നമ്മൾ ശരിക്കും ഒരു കോട്ടൺ മുണ്ട് നമ്മുടെ ശരീരത്തിൽ മൂടിയാൽ, മൂടി പുതച്ച് കിടന്നാലേ നമുക്ക് എത്ര തണുപ്പിലും അത് പ്രൊട്ടക്റ്റ് ചെയ്യും. കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമാണ് കോട്ടൺ. ഇതിൻ്റെ നൂലും മറ്റു പുറത്തുനിന്നാണോ? ഇല്ല, നമ്മൾ നൂലെന്ന് പറയുന്നത് ഇപ്പോൾ മില്ലുകൾ ഏറ്റവും കൂടുതലുള്ളത് തമിഴ്നാട്ടിലുണ്ട്. നമ്മൾ NHDC വഴിയാണ് നൂലുകൾ. നാഷണൽ ഹാൻഡ്ലൂം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. ഗവൺമെൻറ് അതിന് സബ്സിഡി തരും. അങ്ങനെയൊക്കെ ഉണ്ട്. ജെറി വാങ്ങിക്കുന്നത് NHDC വഴിയാണ്, അതിന് സബ്സിഡി തരില്ല. പക്ഷേ സൂററ്റിന് അവർ കമ്പനി, നമ്മൾ പറയുന്ന കമ്പനിയിൽ ഓർഡർ എടുത്ത് വരച്ച് ചെയ്ത് തരും. ഈ കരിനൂലെന്ന് പറഞ്ഞാൽ എന്താണ്? കഴിനൂലെന്ന് പറയുന്നത് കഴിനൂലാണ്. കഴിനൂലെന്ന് പറയുന്നത് ഇത് കോണാക്കി തരുന്നത് ഉണ്ട്, കഴിനൂലുമുണ്ട്. കോണിനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കോണെന്ന് പറയുന്നത് ഇത് നമ്മൾ എന്ന് വെച്ചാൽ ഇത് ഈ കഴിയെ ഒരു ഇതിലാക്കി ചുറ്റി മാറ്റുന്നതാണ്. അത് കമ്പനീനെ തന്നെ അങ്ങനെ കാണിച്ചാൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ കഴിനൂല് എന്ന് പറയുമ്പോൾ അതിൽ മായം ചേർക്കാൻ ഒക്കില്ല, കോണിൽ മായം ചേർക്കാം. കോണാക്കുമ്പോൾ വേണമെങ്കിൽ അല്പ പോളിസ്റ്ററൊക്കെ അതിൽ ഉണ്ടാക്കുന്ന സമയത്ത് ചേർക്കാൻ കഴിയും, ഒരു അല്പ ശതമാനം. പക്ഷെ കഴിയിൽ അത് ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന മുഴുക്കെ കഴിയാണ്. അതാണ് നല്ലത്. പ്യുവർ കോട്ടൺ ആയിരിക്കും. കൈത്തറിയിൽ വ്യാജനുണ്ടോ? കൈത്തറി വ്യാജൻ മീൻ അല്ല, അത് കൈത്തറിയാണെന്ന് പറഞ്ഞ് പവർലൂമിൽ വരുന്ന ആളുകളെല്ലാം നമ്മൾ ധരിച്ചു വാങ്ങുന്നതെല്ലാം കൈത്തറി എന്ന് പറഞ്ഞ് വാങ്ങുന്നതിൽ 90% പവർലൂമായിരിക്കും. പവർലൂം ഇപ്പം വളരെ സജീവമായല്ലേ? വളരെ സജീവമാണ്. പവർലൂമിനെ മാറ്റി നിർത്താനൊക്കെ ഇല്ലല്ലോ. ടെക്നോളജിയുടെ ഒരു വികാസം. ടെക്നോളജി ഇപ്പോൾ വളരെ, കൈത്തറിയിൽ ചെയ്യാൻ പറ്റാത്ത സാധനങ്ങൾ വരെ ഇപ്പോൾ പവർലൂമിൽ ചെയ്യുന്നു. അത്ര ടെക്നോളജി പവർലൂമിലായി, അഡ്വാൻസ്ഡായി. കൈത്തറിയെ സംരക്ഷിച്ച് നിർത്തിയില്ലെങ്കിൽ അത് ഫെയ്ഡ് ഔട്ട് ആവും. കുഴപ്പമാണ്. സംരക്ഷിക്കാൻ ഗവൺമെൻറ് ഇതെല്ലാം കണ്ടെത്താൻ ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ് അത് പരിശോധനയ്ക്ക് ശരിയായ രീതിയിൽ പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്യുന്നില്ല. കൈത്തറിയെ പവർലൂമിനെ കൈത്തറിയായി വെക്കുമ്പോൾ അത് കണ്ടെത്താനുള്ള സംവിധാനം മുഴുക്കെ ഇവിടെ ഉണ്ട്. കൈത്തറി ഡയറക്ടറേറ്റിലുണ്ട്. അതിനൊരു വിങ് തന്നെ ഉണ്ട്. പക്ഷേ അത് ശരിയായ രീതിയിൽ വരുന്നില്ല എന്നുള്ളതാണ് അതിലൊരു കുഴപ്പം. ഇപ്പോൾ കസവ് കടയിലോട്ട് വരുന്ന ഒരു കസ്റ്റമറിനോട് അവർ മസ്റ്റായിട്ട് വാങ്ങേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഒരു ഉൽപ്പന്നം എന്ന് പറയുന്നത് അങ്ങനെ ഏറ്റവും ആകർഷകമെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഉണ്ടോ? ഓരോരുത്തരും മനസ്സിൽ തോന്നുന്ന ഒരു ആകർഷണം ഏതിലേക്കാണ് ആകർഷിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ ഒക്കില്ല. അവർ ഒരു നമ്മൾ ടേസ്റ്റ് എന്താണോ അവർ അതിലേക്ക് അവർ വരുന്നത്. പക്ഷേ നമ്മൾ സ്ഥിരം കസ്റ്റമർക്ക് അവർക്കറിയാം പുതിയത് സ്ഥിരമായി വന്ന് വാങ്ങുന്നവർക്ക് പുതിയത് ഏത് വന്നെന്ന് ചോദിക്കും. പുതിയ വന്നാൽ നമ്മൾ വിളിച്ചു പറയും. അങ്ങനെ ഒരു സംവിധാനമുണ്ട്. മലയാളി അവർക്ക് ഇണങ്ങുന്ന വസ്ത്രമാണോ ധരിക്കുന്നത്? താങ്കൾ എത്രയോ വർഷത്തെ അനുഭവം? അത്രയേ ഉള്ളൂ. ഇണങ്ങാത്ത വസ്ത്രം ഒന്നും ധരിക്കില്ല അവർ. അല്ല, അവർ തിരഞ്ഞെടുക്കുമ്പോൾ അത് സ്വയമാണല്ലോ ചിലപ്പോൾ തിരഞ്ഞെടുക്കുന്നത്. അന്നേരം അത് ആ ഒരു സെലക്ഷനിൽ അവർ മുന്നിലാണോ പിന്നിലാണോ? മുന്നിലാണ്, 100% മുന്നിലാണ്. അവരൊന്നും പുറകിലല്ല. അവർ വളരെ
വളരെ നമ്മൾ അതിലെ ഒരു കസ്റ്റമറെ ചീറ്റ് ചെയ്യാൻ ഒരിക്കലും ഒക്കില്ല. ആ ആ ഒരിക്കലും ഒക്കില്ല. ചീറ്റ് ചെയ്താൽ അവർ ആ കടയ്ക്ക് നിലനിൽപ്പില്ല. പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. തിരിഞ്ഞു നോക്കില്ല. ഇപ്പം ഈ ജെൻസിയുടെ ഒക്കെ കാലഘട്ടമാണ് ഇപ്പം, പുതിയ തലമുറ. പുതിയ തലമുറ അവർക്കും കൈത്തറിയിലേക്ക് താല്പര്യമുണ്ട്. ഭയങ്കര താല്പര്യമാണ്. ആണ്. ഭയങ്കര. പക്ഷെ അത് അവർ ഈ ഈ ഒക്കേഷൻ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പവർലൂമിലേക്ക് ആശ്രയിക്കുന്നു. ആ ആ അതാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഒരു നെഗറ്റീവ്. അത് കൈത്തറിയാണെന്ന് തെറ്റിദ്ധരിക്കുന്നത്. തെറ്റിദ്ധരിക്കുകയാണോ അറിഞ്ഞുകൊണ്ടോ വില കുറഞ്ഞു, ചിലപ്പോൾ വില കുറവായിരിക്കാം, അല്ലെങ്കിൽ തൽക്കാലം വില കുറഞ്ഞു മതി, നമുക്കൊരു ആഡംബരം മതി എന്ന് ചിന്തിക്കുന്നത് രീതിയിലായിപ്പോയി എന്നുള്ളൊരു പ്രയാസമുണ്ട്. ഇപ്പോൾ ഈ കസവ് കടയുടെ ഇതിൽ എത്രത്തോളം തൊഴിലാളികൾ ഇത് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ജോലി ചെയ്യുന്നുണ്ട്? 1000-ഓളം ആളുകൾ അതുകൊണ്ട് ജീവിക്കുന്നുണ്ട്. 1000-ഓളം ആളുകൾ ജീവിക്കുന്നുണ്ട്. താങ്കൾ എങ്ങനെയാണ് ഇതിലേക്ക് വരാൻ കാര്യം? എൻ്റെ അച്ഛനൊരു ഒരു ഒരു ഉച്ചത്തറി നെയ്ത്തുകാരനാണ്. അച്ഛൻ്റെ ഫാമിലി, അച്ഛൻ്റെ ഇളയമൂത്തത് 11 പേരുണ്ട്. അവരെല്ലാവരും നെയ്ത്തുകാരാണ്. അന്ന് അക്കാലത്തെ നെയ്ത്തുകാരാണ്. ഞങ്ങൾ ഇതിൻ്റെ ജീവിതം എന്ന് വെച്ചാൽ അതുകൊണ്ട് ജീവിച്ചവരാണ്. അതുകൊണ്ട് എന്നും മരിക്കുന്നത് വരെ ഈ വ്യവസായവുമായി മിങ്കിൾ ചെയ്ത് അച്ഛൻ്റെ ആ ഒരു ഇത് കണ്ടുപഠിച്ചാണോ? അത്രേ. അച്ഛൻ തന്നെയാണ് മാസ്റ്റർ ഗുരു. ഈ പഠിക്കുന്ന സമയത്തായിരുന്നാൽ ഈ കസവ് എന്ന് പറയുന്നതാണ് നമ്മൾ ഏറ്റവും ഒരു തറിയിൽ ഉള്ളത്. കസവ് തരം നെയ്യുന്ന തറിയാണ്. അപ്പോൾ ഈ കസവ് കൊണ്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന സമയത്തും അന്ന് ഈ ഓടുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സാരിക്ക് 2 സാരിക്കാണ്. വളരെ ഈ കഷ്ടപ്പെടുന്ന കാലഘട്ടമാണ്. ഒരു സാരിക്ക് ഓടാൻ കുറ്റിയടിച്ച് ഓടുക. അപ്പോൾ കൊണ്ടിടുന്നതിന് നമ്മൾ പോയി ചെറുതായിരിക്കുമ്പോൾ കുറ്റി കൊണ്ടിടണം. അത് സഹായിക്കാൻ നമ്മൾ കൂടെ നിന്ന് സഹായിച്ചേ മതിയാവും. അമ്മ താരിയിട്ട് കൊടുക്കും, അച്ഛൻ നമ്മളിതുപോലെ അച്ഛനെ സഹായിക്കും. അങ്ങനെ ജീവിച്ചതാണ്. അങ്ങനെ പാരമ്പര്യമായിട്ട് ഇങ്ങനെ പാരമ്പര്യമായിട്ട് വന്നതാണ്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ കുറേ പൈസയായിട്ട് വന്ന് ഇവിടെ വന്ന് ഇതായല്ല. മക്കള് 2 പേരും ഇതിൽ തന്നെയാണ്. ഇതിൽ തന്നെയാണ്, ഈ ബിസിനസ്സിൽ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ അവരെ മറ്റു കാര്യത്തിലേക്ക് വിദ്യാഭ്യാസം ചെയ്തിട്ടുണ്ട്. മൊത്തം MBA ആണ്, 2ാം ഡിഗ്രി കഴിഞ്ഞു. പക്ഷേ വേറെ കൂടുതൽ ഇതിലേക്ക് വിടാതെ തന്നെ ഞാൻ ഇതിലേക്ക് തന്നെ ഇട്ട് കാര്യം ഈ വ്യവസായം നിലനിർത്തി കൊണ്ടുപോകണം. ഭാര്യയുടെ പേര് വനജയാണ് പ്രൊപ്പറേറ്ററിൻ്റെ. അതിൻ്റെ മക്കളുടെ പേര് നന്ദു VS, ചന്തു VS. 2 പേര് വിവാഹം കഴിച്ചു. കസവ് കട പോലുള്ള സ്ഥാപനങ്ങളാണ് ഇന്നിപ്പോൾ കൈത്തറിയെ കേരളത്തിൽ ശരിക്കും നിലനിർത്തുന്നത്. അതെ അത് 100% ഞാനത് പറയുന്നു. കസവ് കട പോലെയുള്ള സ്ഥാപനങ്ങളാണ് ഈ കൈത്തറിയെ ഇന്ന് ഏറ്റവും നല്ല നിർത്തിപ്പോകുന്നത്. അപ്പോൾ അത് 3-4 ഇവിടെ 4-5 ആളുകളുണ്ട്. അവരിത് വളരെ മത്സരബുദ്ധിയോടുകൂടി നടത്തുന്നത് കൊണ്ടാണ്. നല്ല മത്സരമുണ്ട്. മത്സരം എന്ന് പറയുന്നത് ഇന്റേണൽ മത്സരം. കാര്യം വെറൈറ്റി മത്സരമുണ്ട്. അത് സ്വാഭാവികമായുള്ള ആ മത്സരമാണ് ഈ മേഖല ഇന്ന് ഇത്രയും പുഷ്ടിപ്പിടിച്ച് തിരുവനന്തപുരം ജില്ല നിൽക്കുന്നത്. മറ്റു സ്ഥലം എനിക്കറിയില്ല. തിരുവനന്തപുരം ജില്ല ഈ കൈത്തറി മറ്റ് സ്ഥലങ്ങളിലുള്ള ജില്ലകളിലുള്ള കസവ് കട നമ്മൾ സാധനം എടുക്കാറുണ്ട്. നല്ല ഡിമാൻഡുണ്ട്. എടുക്കാറുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. എല്ലാ ആശംസകളും.